എന്താണ് എനിക്ക് ഈ വീക്കെൻഡിനെ പറ്റി പറയണമെന്ന് വെച്ചാൽ, മോശം വീക്കെൻഡ്. ചോദിക്കേണ്ട കാര്യങ്ങളൊന്നും ചോദിച്ചിട്ടില്ല. നെവിൻ്റെ കേസ് ചോദിച്ചിട്ടില്ല. അതിൻ്റെ മൂഡ് ഓഫിൽ നെവിൻ ഇരിക്കുന്നുണ്ട്. പിന്നെ ചോദ്യ ഉത്തര ടാസ്ക്. എന്തോന്ന് ഇത്, നമ്മൾ ഈ ക്വിസ് പരിപാടിക്കാണോ വന്നിരിക്കുന്നത്? അതുപോലെ തന്നെ അനുമോളോടൊന്ന് ദേഷ്യപ്പെട്ട് സംസാരിച്ചു. അതിലെനിക്ക് ആകെ ഒരു ലാലേട്ടൻ ഫയർ ആയി എന്ന് തോന്നിയത് അത് മാത്രമാണ്. വേറെ ഒന്നും എനിക്ക് ഒന്നും പറയാനില്ല. അതുപോലെ തന്നെ അക്ബറിനും നമ്മുടെ അനീഷിനും അവരുടെ നഷ്ടപ്പെട്ടു പോയ പവേഴ്സ്, ക്യാപ്റ്റൻ പവറും നോമിനേഷൻ പവറും തിരിച്ചു കിട്ടിയിട്ടുണ്ട്. എന്താണ് എപ്പിസോഡ് നടന്നത് നമുക്ക് സംസാരിക്കാം. എൻ്റെ പേര് ശിഖർ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണ് വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ബിഗ് ബോസ് ഡയറീസ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതൽ ബെല്ലേക്ക് എനേബിൾ ചെയ്താൽ മാത്രമാണ് ഞാൻ അടുത്ത വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും. അപ്പോൾ തന്നെ കഴിഞ്ഞ ആഴ്ച കുറച്ച് കാര്യങ്ങൾ കാണിക്കുന്നു. പിന്നെ ഇന്നലെ നടന്ന കാര്യങ്ങൾ കാണിക്കുന്നു. ഇവർ ജയിലിലേക്ക് പോകുന്നതും അവർക്ക് ജയിലിൽ കൊടുക്കുന്ന ഒരു ടാസ്ക്, ലവ് ലെറ്റർ, ലാലേട്ടന് വേണ്ടി ലവ് ലെറ്റർ ഉണ്ടാക്കുന്നു. പിന്നെ ഇവർക്ക് ബിരിയാണി വരുന്നുണ്ട്. ഇതൊക്കെയാണ് ഇന്നലെ നടന്ന സംഭവങ്ങൾ. പിന്നെ ആദ്യം തന്നെ എപ്പിസോഡിൽ ലാലൻ ചോദിക്കുകയാണ്, അക്ബർ നിങ്ങൾക്ക് ക്യാപ്റ്റൻ ആവണോ? നമുക്ക് പരിഹാരം കണ്ടുപിടിക്കാം. അനീഷ് നോമിനേഷൻ പവറില്ല അല്ലേ, നമുക്കൊരു നിങ്ങൾക്ക് തരാം, പക്ഷേ ടാസ്ക് ഉണ്ട്, ആ ടാസ്ക് കംപ്ലീറ്റ് ആക്കണം എന്ന് പറഞ്ഞു. ആ ടാസ്ക് വേറൊന്നുമല്ല, കുറച്ച് മൃഗങ്ങളുടെ ഫോട്ടോയും കുറച്ച് വസ്തുക്കൾ, എന്തെങ്കിലും സൗണ്ടും അതിന്റെ പിക്ചറും കാണിക്കും. ആ പിക്ചർ കാണിച്ചിട്ട് അത് ആ കാണിച്ച അവർ ആ കേൾപ്പിച്ച സൗണ്ടും അതേ ഓർഡറിൽ തന്നെ വെക്കണമെന്ന് പറയുന്നു. അങ്ങനെ കിട്ടുകയാണെങ്കിൽ ആർക്കാണ് കൂടുതൽ കിട്ടുന്നത് അവർക്ക് നഷ്ടപ്പെട്ടു പോയ പവർ തിരിച്ചു കിട്ടും. അങ്ങനെ അക്ബറും അതുപോലെ അനീഷ് നല്ലോണം പ്ലേ ചെയ്യുന്നുണ്ട്. അതിൽ അക്ബറിന് 4 പോയിന്റും അനീഷിന് 2 പോയിന്റാണ് കിട്ടുന്നത്. അങ്ങനെ അക്ബറിന് ക്യാപ്റ്റൻ പവർ കിട്ടുന്നുണ്ട്. അനീഷിനാണെങ്കിൽ ഇത് നഷ്ടമാവുന്നുണ്ട്, കിട്ടിയിട്ടില്ല. അനീഷിന് കിട്ടുന്നില്ല സംഭവം. ഇപ്പൊ അക്ബറിന് ഇനി ക്യാപ്റ്റൻ നോമിനേഷനിൽ കയറാൻ കഴിയും. ഇനി ആ ഒരു ഇപ്പൊ വൈൽഡ് ആർട്സ് എന്ന പണിയില്ലേ, വലിയ പണി, അത് മാറി ഇപ്പോൾ അക്ബറിന് ക്യാപ്റ്റൻ ആവാൻ കഴിയും. അടുത്തത് എന്താണ്, അനുമോള് ഒരു ചോദ്യോത്തര ടാസ്ക് വരെയാണ്. നമ്മുടെ സീസൺ 5 വന്നില്ലേ, എന്താണ് ചോദിക്കും ഉത്തരം പറയാം, അങ്ങനെ ഒരുപാട് ചോദ്യം ചോദിച്ചു. അതിൽ ആദ്യത്തെ ചോദ്യത്തിൽ അനുമോൾക്ക് ഒരു പണി കിട്ടി. ആദ്യത്തെ സിനിമ ഏതെന്ന് ചോദിച്ചുള്ളൊരു ചോദ്യം വരുന്നു. അതിൽ ആദ്യം അനുമോള് ബാലെന്നൊക്കെ ഉത്തരം പറഞ്ഞു. രണ്ടാമത് അതല്ല എന്ന് പറഞ്ഞപ്പോൾ വീണ്ടും ഒരു ഉത്തരം പറഞ്ഞു. അപ്പോൾ എന്താണ്, അനുമോള് ഇടയ്ക്ക് കയറി പറഞ്ഞു. അപ്പോൾ ലാലേട്ടൻ ഭയങ്കര പറഞ്ഞു. ലാലേട്ടൻ പറയുന്നത് അതൊരു കാര്യം, നിങ്ങൾ ഇവിടെ വന്നിരുന്ന് പറഞ്ഞു, ഞാനൊരു കാര്യം പറയില്ല, നിങ്ങൾക്കൊരു മര്യാദ ഇല്ലേ എന്ന് പറഞ്ഞിട്ട് അനുമോളോട് ദേഷ്യപ്പെടുന്നത്. ഇടയ്ക്കിട്ട് സംസാരിച്ചതിന് അനുമോൾക്കിട്ട് നല്ലോണം ലാലേട്ടൻ പൊട്ടിക്കുന്നുണ്ട്. പിന്നെ ആ ചോദ്യത്തിന് ഉത്തരം എന്താണ് ലാസ്റ്റ് പറയാന്ന് പറഞ്ഞിട്ട് അത് ഉത്തരം പറഞ്ഞില്ലേ, അത് ഞാൻ കണ്ടില്ല എപ്പിസോഡിൽ. അങ്ങനെ ഈ ചോദ്യോത്തരം കണ്ടപ്പോൾ എൻജോയബിൾ ആയിരുന്നു. സംഭവങ്ങളെല്ലാം ക്വിസും കാര്യങ്ങളൊക്കെ എൻജോയബിൾ ആയിരുന്നു. പക്ഷേ ആ ടാസ്കിന്റെ ആവശ്യം ഉണ്ടായിരുന്നു ഇന്നത്തെ എപ്പിസോഡിൽ. പറയേണ്ട കാര്യങ്ങളൊക്കെ പറയാ, ഇത് വെറുതെ ടാസ്ക് കളിപ്പിച്ച് ഇപ്പൊ എന്തൊക്കെ പറയായിരുന്നു. നമ്മുടെ വീക്ക്ലി ടാസ്കിനെ പറ്റി പറയുന്നുണ്ടോ കുറച്ചൊക്കെ, പക്ഷെ ചോദ്യോത്തര ടാസ്കുകൾ എനിക്കത് വലിയ സുഖമായിട്ട് തോന്നില്ല. എൻജോയ് ചെയ്തു സംഭവം, പക്ഷെ ഒരു ബിഗ് ബോസിന്റെ ഇത് വെച്ച് നോക്കുമ്പോൾ അത് അതിനെ പറ്റിയ കണ്ടന്റ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. അങ്ങനെ ഏറ്റവും കൂടുതൽ ഉത്തരം പറഞ്ഞത് അനീഷാണ്. അപ്പൊ അനീഷിന് നോമിനേഷൻ പവർ അങ്ങ് കൊടുക്കുകയാണ്. നഷ്ടപ്പെട്ടു പോയ നോമിനേഷൻ പവർ അങ്ങ് കൊടുക്കുകയാണ്. പിന്നെ ഹോട്ടൽ ടാസ്കിനെ പറ്റി ചോദിക്കുന്നുണ്ട്. ആദ്യം തന്നെ ആദിലയോട് പറയുന്നു, ആദിൽ എന്തിനും ഉപ്പിട്ടു, ആ ഒരു കേസ് പറയുന്നു. ഷാനവാസും റിയാസും തമ്മിലൊരു പ്രശ്നം ഉണ്ടായിരുന്നല്ലോ, അത് എങ്ങനെ നിങ്ങളൊരു ടാസ്ക് ഇങ്ങനെ ചെയ്യണമായിരുന്നു. അത് ലാലേട്ടൻ പറഞ്ഞതാണ്. കാരണം റിയാസ് പറഞ്ഞത് അവരത്തിന് ചെയ്യണമായിരുന്നു, ചെയ്താലാണ് അതിൻ്റെ രസകരമായി വരുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ചെയ്ത തെറ്റുകളെല്ലാം നിങ്ങൾ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ലാലേട്ടൻ അങ്ങനെ പറഞ്ഞ് പറയുന്നുണ്ട്. എനിക്കും ആ അഭിപ്രായം തന്നെയാണ്. കാരണം ഞാനിങ്ങനെ ആലോചിച്ചു, ഓരോരുത്തർക്കും ചെയ്യുന്ന പണിയല്ല അവർ ചെയ്യുന്നത്. ഇപ്പോൾ കിച്ചണിലില്ലാത്ത ആൾക്കാർ കിച്ചൺ ജോലി ചെയ്തു, അതൊക്കെ എനിക്ക് ഭയങ്കര ഇതായിട്ട്. കാരണം ടാസ്കായിട്ട് കണ്ടു, ഇവർ കുട്ടികളായിട്ട് കണ്ടു എല്ലാവരും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ജിസയിൽ ചപ്പാത്തി കൊടുക്കാൻ പോയി, പുള്ളിക്കാരിയുടെ ജോലി സെക്യൂരിറ്റി ജോലിയാണ്. പിന്നെ അടുത്തത് അനുമോൾ മാനേജറാണെന്ന് പറഞ്ഞിട്ട് ഒരു പതിനെ അവിടെ ചേർന്ന് ഞാൻ കണ്ടിട്ടില്ല. അതുപോലെ തന്നെ അതിൽ ആകെ മര്യാദക്ക് ചെയ്തിരിക്കുന്നത് ഷാനവാസ്, അനീഷ്, അഭിലാഷ്, നൂറെ, ഇവരാണ് നന്നായിട്ട് ചെയ്തിരിക്കുന്നത്. ബാക്കി എല്ലാവരും അവർ ചെയ്യുന്ന ജോലി മറ്റൊരാൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ആര്യൻ ആ വീട്ടില് ഓണറിന്റെ ആളാണ്, ഓണറിന്റെ ഫ്രണ്ട് മാത്രമാണ്. അപ്പൊ ആ വീട്ടിൽ ആ ഒരു ഹോട്ടലിൽ വന്നൊരു ഗസ്റ്റ് പോലെയാണ്. അപ്പോൾ ആ ഒരു രീതിയിലല്ല, ഗസ്റ്റ് ആണെങ്കിൽ അതിന് കൂട്ടുകാരിയുടെ ഇതല്ലേ എന്നുള്ള രീതിയിൽ എന്താണ് സാധനങ്ങളൊക്കെ അവിടെ പണിയെടുക്കുന്നു. ആ കാര്യങ്ങളൊക്കെ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. അതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം നമുക്ക് തന്ന റോളുകൾ നമ്മൾ ചെയ്യുക,
ഇപ്പോൾ ഡോക്ടറായിട്ടുള്ള നെവിനൊക്കെ അങ്ങനെ ചെയ്തു. വേറെ എക്സ്ട്രാ പണിയൊന്നും എടുത്തിട്ടില്ല. എക്സ്ട്രാ പണി എടുക്കേണ്ട കാര്യമില്ല. അത് അങ്ങനത്തെ ഒരു ടാസ്ക്കാണ്. അപ്പോൾ അത് ലാലേട്ടൻ ക്ലിയർ ചെയ്ത് സംസാരിച്ചു. പിന്നെ ജയിലിനെ പറ്റി പറയുന്നുണ്ട്. ജയിലിലെ ടാസ്ക് എങ്ങനെ ഉണ്ടായിരുന്നു, ലവ് ലെറ്റർ ചെയ്യുന്ന ടാസ്ക് ആയിരുന്നല്ലോ കൊടുത്തത്, അതെങ്ങനെ ഉണ്ടായിരുന്നു ഒക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ലാലേട്ടൻ മറ്റേ റെന ഫാത്തിമ എഴുതിയതും ഷാനവാസ് എഴുതിയ ലവ് ലെറ്റർ വായിപ്പിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് കിച്ചൺ കേസാണ് പറയുന്നത്. അതിൽ കിച്ചൺ കേസിൽ ജിഷിന്റെ വഴക്ക്, അനാവശ്യമായിട്ടുള്ള വഴക്കുണ്ടായിരുന്നില്ല ഇന്നലെ പയറ്. അപ്പോൾ ഒനീലിനോട് പറയാണ്, ഒനീൽ അടുത്ത ആഴ്ചത്തെ നിങ്ങൾ എന്താ ചെയ്യുമ്പോൾ, അപ്പോൾ നോൺ വെജിറ്റേറിയൻ ആൾക്കാർക്ക് ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടാവും, അതിന് ശേഷമായിരിക്കും നോൺ വെജ് ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഒനീല് സംസാരിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ജിഷിൻ വഴക്കുണ്ടാക്കിയത് ഒരു അനാവശ്യ വഴക്കാണ് എന്നുള്ള രീതിയിൽ ലാലേട്ടൻ സംസാരിച്ചു. അങ്ങനെ ഓപ്പണായിട്ട് പറഞ്ഞില്ല, വളഞ്ഞ വഴിക്കൂടി പറഞ്ഞു വെച്ചാൽ നമുക്ക് മനസ്സിലാവുകയും ചെയ്യും, അല്ലെങ്കിൽ മനസ്സിലാവത്തില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു ഗസ്റ്റ് വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ലാലേട്ടൻ പോകുന്നുണ്ട്. ഗസ്റ്റ് വേറെ ആരുമല്ല, പ്ലാച്ചിയാണ്. പ്ലാച്ചീനെ എങ്ങനെയാണ് പുറത്ത് വിട്ടത് അതേപോലെ തന്നെ തിരിച്ചെടുത്ത് എറിയുന്നുണ്ട്. അങ്ങനെ പ്ലാച്ചി വരുന്നുണ്ട്. എല്ലാവരും വിചാരിച്ചു ഗസ്റ്റ് വരുന്നുണ്ട്, ആരാണെന്ന് അറിയില്ല എന്ന് പറയുമ്പോൾ നോക്കുമ്പോൾ പ്ലാച്ചിയാണ്, അയ്യേന്ന് പറഞ്ഞിട്ട് എല്ലാവരും പോകുന്നുണ്ട്. നല്ല ഗസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരാളെ കളിയാക്കി പോകുന്നൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ പ്ലാച്ചി കിട്ടുന്നു. ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് എങ്ങനെ ഉണ്ടായിരുന്നു പ്ലാച്ചി കിട്ടിയപ്പോൾ, സന്തോഷമായോ എന്ന് പറഞ്ഞിട്ട്. എന്നെ ഒന്ന് താങ്ക് യു പറയാത്തെന്താ, നിങ്ങൾക്ക് താങ്ക് യു പറയുന്നില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ലാലേട്ടനെ പറഞ്ഞു തന്നുണ്ട്. പിന്നെ സേവ് ആക്കാൻ പോവാണ്, നോമിനേഷനിൽ സേവ് ആക്കാൻ പോവുകയാണ്. ബിന്നിനെ, നെവിനെ, നൂറേനെ സേവ് ആക്കുന്നുണ്ട്. ഈ 3 പേരെ സേവ് ആക്കി വിടുന്നുണ്ട്. ഇതാണ് എപ്പിസോഡിൽ നടന്നത്. ഇതിൽ ഞാൻ എന്ത് റിവ്യൂ ആണ് ഞാൻ പറയാനുള്ളത്? എനിക്ക് സത്യം പറയാം, ലാലേട്ടൻ്റെ ഈ എപ്പിസോഡ് വേഴ്സ്റ്റ് എപ്പിസോഡായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. കുറേ അംഗനവാടി ടാസ്ക്. ഇന്നത്തെ ഒരു പ്രത്യേകത വെച്ചാൽ അക്ബറിനും അനീഷിനും അവരുടെ പവേഴ്സ്, നഷ്ടപ്പെട്ടു പോയ പവേഴ്സ് തിരിച്ച് കിട്ടി. അതാണ് ഏറ്റവും നന്നായിട്ട് എനിക്ക് തോന്നിയത്. വേറെ ഒന്നും എനിക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ട് തോന്നിയില്ല. ഹോട്ടൽ ടാസ്ക് എങ്ങനെ ചെയ്യണമെന്നൊക്കെ പറഞ്ഞു, ഇങ്ങനെ ചെയ്യണമായിരുന്നു എന്ന് അതൊക്കെ പറഞ്ഞു, അതൊക്കെ ഓക്കെ, അതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. വേറെ ഒന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. വട്ടപൂജയായിരുന്നു ഇന്നത്തെ വീക്കെൻഡ്. ഒട്ടും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. നാളെ 50ാമത്തെ സെലിബ്രേഷൻ ആണ്. എനിക്ക് 50ാമത്തെ സെലിബ്രേഷൻ എന്ന് പറയുമ്പോൾ എനിക്ക് നല്ല രസമായിരിക്കും. 50ാമത്തെ സെലിബ്രേഷൻ ഒരു റീ എൻട്രി പ്രതീക്ഷിക്കുന്ന ടൈമായിരിക്കും, റീ എൻട്രി വരുന്നതൊക്കെ ആയിരിക്കും. പക്ഷേ എനിക്ക് ഈ പ്രൊമോ കണ്ടിട്ട് പോലും എനിക്കൊരു താല്പര്യമില്ല. എന്തിനാണ് ഇങ്ങനെ ഒരു സെലിബ്രേഷൻ നടത്തുന്നത്, എന്തിനാണെന്ന് പോലും എനിക്കൊരു ഡൗട്ടായിപ്പോയി. കാരണം ഒന്നുമില്ല. നാളെയും ഇതൊക്കെ തന്നെയായിരിക്കും. ഉപ്പ് കട്ടു, മുളക് കട്ടു എന്നുള്ള കേസൊക്കെ തന്നെയായിരിക്കും. നാളെയെങ്കിൽ നെവിൻ്റെയും ഷാനവാസിൻ്റെയും കാര്യം ചോദിക്കണം, അതൊന്ന് ക്ലിയർ ആക്കണം എന്നാണ് പറയാനുള്ളത്. എനിക്ക് തോന്നുന്നു അത് ക്ലിയർ ആക്കത്തില്ല. കാരണം അത്രയ്ക്കും ഇത് മോശമുള്ളൊരു കാര്യമാണല്ലോ, അങ്ങനെ മോശമായിട്ട് തൊട്ടു എന്നൊക്കെ പറഞ്ഞു. അപ്പം എനിക്കത് തോന്നുന്നില്ല അത് ചോദിക്കും. നമുക്കറിയില്ല, നമുക്ക് നോക്കാം നാളത്തെ എപ്പിസോഡ് എങ്ങനെയായിരിക്കും. അപ്പം ഇത്രയേ ഉള്ളൂ, കഴിഞ്ഞു. എന്ത് പറയാനാ, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല വീക്കെൻഡ്. ടാസ്കുകളൊക്കെ എൻജോയബിൾ ആയിരുന്നു. പക്ഷെ ഇതാണോ ബിഗ് ബോസ് ലെവൽ ഇങ്ങനെയാണോ? അല്ല, ഇതൊരു ക്വിസ് ഗെയിം ഷോ അല്ല, അല്ലെങ്കിൽ നഴ്സറിയിൽ നടത്തുന്ന ഒരു ടാസ്ക് പരിപാടി, അങ്ങനെയൊന്നും അല്ല. അപ്പോൾ ഞാൻ ഡിസപ്പോയിൻ്റ് ആണ്. അപ്പോൾ എത്രയേ ഉള്ളൂ, കഴിഞ്ഞ അടുത്തൊരു വീഡിയോ വിശേഷമായിട്ട് ഞാൻ ഉടൻ വരുന്നതാണ്. അതായിരിക്കും. ബൈ.